തിരുവനന്തപുരം DC പ്രസിഡന്റിന്റെ ചുമതല എൻ ശക്തന് പാലോട് രവി രാജിവെച്ചതിനെ തുടർന്നാണ് സലീം മാലിക് തിരുവനന്തപുരം വിവരങ്ങളുമായി ചേരുന്നു. പറയൂ സലീം. തിരുവനന്തപുരം DCC അധ്യക്ഷന്റെ താൽക്കാലിക ചുമതല എൻ ശക്തന് നൽകിക്കൊണ്ട് ഇപ്പോൾ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുകയാണ്. നിലവിൽ ഈ പാലോട് രവി മാറിയതിന്റെ പശ്ചാത്തലത്തിൽ താൽക്കാലിക ചുമതല ആരെങ്കിലും ഏൽപ്പിക്കണോ അതോ സ്ഥിരമായ ഒരു DCC അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നത് വരെ കാത്തിരിക്കണോ എന്നുള്ളതായിരുന്നു നേരത്തെ ആദ്യഘട്ടത്തിൽ KPCCക്ക് മുൻപിൽ ഉണ്ടായിരുന്ന ആലോചന. പക്ഷേ മുതിർന്ന ഒരു നേതാവിനെ തന്നെ ചുമതലയിലേക്ക് എത്തിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. എൻ ശക്തനെ സംബന്ധിച്ചിടത്തോളം ജില്ലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസിലെ നേതാക്കളിൽ ഒരാളാണ്. മുൻപ് സമാനമായി തന്നെ സ്പീക്കറുടെ ചുമതലയും ഒരു താൽക്കാലികക്കാരന്റെ അവസരത്തിലായിരുന്നു എൻ ശക്തനിലേക്ക് വന്നു ചേർന്നത്. ഡെപ്യൂട്ടി സ്പീക്കറായിരുന്ന എൻ ശക്തൻ ജി കാർത്തികേയന്റെ മരണത്തോടു കൂടിയാണ് സ്പീക്കറുടെ ചുമതലയിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ 2015 ആ നിലയിൽ സ്പീക്കറുടെ ചുമതലയിലേക്ക് എൻ ശക്തൻ എത്തിയത്. സമാനമായി തന്നെ മുൻപ് അങ്ങനെ ഒരു പകരക്കാരനായി എത്തിയതുപോലെ എൻ ശക്തന് വീണ്ടും പാർട്ടി മറ്റൊരു ചുമതല കൂടി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. എൻ ശക്തനെ സംബന്ധിച്ചിടത്തോളം ജില്ലയിലെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളുമായും അടുത്ത ബന്ധമുള്ള നേതാവാണ്. കാട്ടാക്കട മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്ക് എത്തിയ നേതാവാണ്. അതുകൊണ്ട് തന്നെ എൻ ശക്തന് പാർട്ടിയിലെ നിലവിലുള്ള പ്രശ്നങ്ങളിൽ താൽക്കാലികമായെങ്കിലും ഒരു ഈ വിഭാഗീയത ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ നിന്നും പാർട്ടിയെ രക്ഷിച്ചെടുക്കാൻ കഴിയും എന്നുള്ള നിലപാടാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതിന്റെ കൂടി ഭാഗമായാണ് നിലവിൽ പാലോട് രവിക്ക് പകരക്കാരനായി എൻ ശക്തനെ തീരുമാനിക്കാനായി നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. കാട്ടാക്കട നിയോജക മണ്ഡലത്തിൽ നിന്നും നേരത്തെ നിയമസഭയിലേക്ക് എത്തിയിട്ടുള്ള എൻ ശക്തൻ ജില്ലയിലെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളുമായും ഒരുപോലെ സൗഹൃദം പുലർത്തുകയും ചെയ്യുന്നതും എൻ ശക്തനെ നറുക്കുവീഴാനായി കാരണമായിട്ടുണ്ട്. മാത്രമല്ല എൻ ശക്തനെ സംബന്ധിച്ചിടത്തോളം മുൻപും DCCയുടെ പല പദവികളിലേക്കും ഇരുന്നിട്ടുണ്ട്. 1993-2000 കാലഘട്ടത്തിൽ അദ്ദേഹം DCC ജനറൽ സെക്രട്ടറി ആയിരുന്നു. 87-93 കാലത്ത് തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ട്രഷററായി ജോലി ചെയ്തിട്ടുണ്ട്. അതിന് പിന്നാലെ 2005 മുതൽ KPCC നിർവാഹക സമിതി അംഗമായും 2005 ശേഷം പിന്നാലെ AICC അംഗമായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ 2004-2006 കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ഗതാഗത മന്ത്രിയായി കൂടി എൻ ശക്തൻ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട പല ചുമതലകൾ വരുന്ന ഒരു നേതാവിനെ നിലവിൽ DCCയുടെ താൽക്കാലിക ചുമതലയിലേക്ക് എത്തിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. നിലവിൽ പല പേരുകളും പറഞ്ഞു കേട്ടിരുന്നു. അതിൽ പ്രധാനമായും എം വിൻസെന്റിനോടായിരുന്നു DCC അധ്യക്ഷന്റെ ചുമതല ഏറ്റെടുക്കാൻ കഴിയുമോ എന്ന് നേതൃത്വം ചോദിച്ചത്. പക്ഷേ എം വിൻസെന്റ് അതിന് താല്പര്യം പ്രകടിപ്പിച്ചില്ല. ഒപ്പം തന്നെ മറ്റ് പല പേരുകളും മണക്കാട് സുരേഷിന്റേതും ചെമ്പഴന്തി അനിലിന്റേതും ഉൾപ്പെടെയുള്ള പേരുകളും പറഞ്ഞു കേട്ടിരുന്നു. അതിനിടയിലാണ് അപ്രതീക്ഷിതമായി എൻ ശക്തന് ചുമതല നൽകിക്കൊണ്ട് ഇപ്പോൾ KPCC അധ്യക്ഷൻ വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ വളരെ വേഗത്തിലുള്ള തീരുമാനം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഓരോ വിഷയത്തിലും ഉണ്ടാകുന്നു എന്നുള്ളൊരു രാഷ്ട്രീയ സന്ദേശം കൂടി നൽകാനാണ് KPCC ഉദ്ദേശിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യഘട്ടത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു വിവാദം ഉയർന്നു വന്നതിന് പിന്നാലെ തന്നെ ആ ദിവസം തന്നെ പാലോട് രവിയിൽ നിന്നും രാജി ചോദിച്ചു വാങ്ങുന്നു. അതിന് ഈ വിവാദം ഉയർന്നു വന്നതിന്റെ തൊട്ടടുത്ത മണിക്കൂറുകളിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട ചർച്ച ആരംഭിക്കുന്നു. സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട എല്ലാ കോൺഗ്രസ് നേതാക്കളുമായും ഫോണിൽ KPCC അധ്യക്ഷൻ ബന്ധപ്പെടുന്നു. അതിനുശേഷം രാജിയാണ് ഉചിതമെന്നൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നു. അതിന് പിന്നാലെ എല്ലാ നേതാക്കളോടും രാജിയിൽ എതിർപ്പില്ലല്ലോ എന്നൊരു അനുവാദം വാങ്ങുന്നു. പിന്നാലെ AICC നേതൃത്വവുമായി ബന്ധപ്പെടുന്നു. AICC നേതൃത്വവുമായി ബന്ധപ്പെട്ടതിന് ശേഷം തൊട്ടു പിന്നാലെ ഈ രാജി ആവശ്യപ്പെടാനുള്ള അനുവാദം വാങ്ങിയെടുക്കുന്നു. അതിനും പിന്നാലെയാണ് ഇപ്പോൾ നിലവിൽ ഈ തീരുമാനവുമായി ബന്ധപ്പെട്ട രാജിവെപ്പിക്കുന്നത്. അതിന് പിന്നാലെ ഒപ്പം തന്നെ ഈ വോയിസ് പുറത്തുവിട്ട ഈ ഫോൺ സംഭാഷണം പുറത്തുവിട്ട പുല്ലമ്പാറയിലെ കോൺഗ്രസിന്റെ ബ്ലോക്ക് സെക്രട്ടറിയായ ജലീലിനെ പുറത്താക്കുന്നു. അതിന് പിന്നാലെ തൊട്ടുപിറ്റേ ദിവസം രാവിലെ തന്നെ എൻ ശക്തന് ചുമതല നൽകി കൂടി ഉത്തരവിറങ്ങുന്നു എന്നുള്ളതാണ് നിലവിൽ കോൺഗ്രസിൽ നിന്നും സംഭവിക്കുന്ന വാർത്ത. SKN. ഓക്കെ, സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. പ്രേക്ഷകർക്ക് അറിയുന്ന പോലെ പാലോട് രവി തിരുവനന്തപുരം DC പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞതോടെ എൻ ശക്തന് നറുക്കുവിടിയിരിക്കുന്നു. താൽക്കാലികമായി പ്രസിഡന്റ് ചുമതല അദ്ദേഹം നിർവഹിക്കും.